അതുകൊണ്ട് നമ്മളോട് ഏറ്റവും വലിയ താല്പര്യം നമ്മൾ സ്വർഗത്തിലെത്തണമെന്നുള്ള താല്പര്യം, നമ്മൾ ഏറ്റവും മുൻപന്തിയിലെത്തണമെന്നുള്ള താല്പര്യം. ലോകത്ത് കഴിഞ്ഞുപോയ ഉമ്മത്തിനേക്കാളും ആയുസ് നമുക്ക് കുറവാണെങ്കിലും നമ്മൾ അവരൊക്കെ മുൻപന്തിയിലെത്തണമെന്ന താല്പര്യം അള്ളാഹുവിന്റെ റസൂലിനാണ്. ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. വിശ്വാസികളോട് വല്ലാത്ത വാത്സല്യമുള്ള നേതാവ്, അവരോട് വല്ലാത്ത കാരുണ്യമുള്ള നേതാവ്, മുഅ്മിനായ മനുഷ്യന് ഏറ്റവും വലിയ സ്നേഹം നൽകിയ നേതാവ്, ഒരു മുഅ്മിനിന് ഇത്ര ബഹുമാനം നൽകിയ നേതാവ് വേറെയുണ്ടോ? വിശ്വാസികളോട് ഇത്ര വാത്സല്യമുള്ളത് ആർക്കാണ്? ഈമാനുള്ള മനുഷ്യനാണോ? അവൻ ഏറ്റവും വലിയ ബഹുമാനം നൽകിയത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അതുകൊണ്ടല്ലേ വിശ്വാസത്തിന്റെ പേരില് പഴയകാലത്ത് വിശ്വാസമില്ലാതെ കലഹങ്ങളിൽ മാത്രം കഴിഞ്ഞിരുന്ന സമുദായത്തെ 10 വർഷത്തെ ജീവിതത്തിൽ മദീനയില് ചുരുങ്ങിയ കാലം കൊണ്ട് ഒരുപാട് ഗോത്രങ്ങളിൽ പഴയകാലത്ത് 100ഉം 50ഉം 30ഉം 40ഉം വർഷങ്ങളിലായി കുടുംബ കലഹമായിരുന്നു. ഈമാനിന്റെ പേരിൽ അവരെ കോർത്തിണക്കിയിട്ട് തീരെ അസ്വാരസ്യങ്ങളില്ലാതെ കലഹങ്ങളില്ലാതെ ഒരൊറ്റ മനസ്സുകൊണ്ട് അവരെ ഇണക്കിയെടുത്തത് ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. വിശ്വാസികൾ കലഹിക്കാൻ പാടില്ല, അവര് പിണങ്ങാൻ പാടില്ല, അവര് ശത്രുക്കളായി വർത്തിക്കാൻ പാടില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും പകയുള്ളവരാകാൻ പാടില്ല. അൽ മുഅ്മിനു ലിൽ മുഅ്മിനി കൽബുൻയാൻ. വിശ്വാസികൾ തമ്മിൽ ഒരു ബിൽഡിംഗ് പോലെ നല്ല സ്നേഹത്തോടെ കെട്ടുറപ്പോടെ ജീവിക്കണം. അത് അവിടുത്തെ താല്പര്യമാണ്. ആ നിലയ്ക്ക് വിശ്വാസികൾക്ക് റഹ്ഫത്തും റഹ്മത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സംഭാവനയാണ്. ഇങ്ങനെ സ്നേഹമുള്ളൊരു നേതാവിനെ നമ്മൾ അതിരറ്റ് സ്നേഹിക്കണം, നന്നായി വാഴ്ത്തണം, കൂടുതൽ കൂടുതൽ അനുഭവിച്ച് പഠിക്കണം, പഠനമാർഗങ്ങൾ തുടർന്നുകൊണ്ടിരിക്കണം. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ.